ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും അബീസ് ഹിന്ദി ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 10th റെഡി ആയിരിക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ടെൻത്ത് ക്ലാസ്സിലെ, അതായത് 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ഭാഗമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പാർട്ട് 2 ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ബീർബാഹുട്ടി എന്ന ലെസനാണ് നോക്കിയത്. അതിലെ 2-3 പാരഗ്രാഫുകളാണ് നോക്കിയത്. അതിൻ്റെ മീനിങ്സിലൂടെയാണ് നമ്മൾ പോയതും. അതിൽ നമ്മൾ 2 ക്യാരക്ടേഴ്സിനെ പരിചയപ്പെട്ടു, ബേല ഓർ സാഹിൽ. അങ്ങനെ 2 കുട്ടികളെ പരിചയപ്പെട്ടു. പിന്നെ ബീർബാഹുട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഉത്തരേന്ത്യയിലൊക്കെ കാണുന്ന, മഴക്കാലത്തിന് ശേഷം കാണപ്പെടുന്ന ഒരു ചെറിയൊരു ജീവിയാണ്, ചെറിയൊരു പ്രാണിയാണ് ബീർബാഹുട്ടി എന്ന് പറയുന്നത്. കാണാൻ വളരെ ഭംഗിയുള്ള, സോഫ്റ്റായിട്ടുള്ള, മൃദുലമായ വെൽവെറ്റ് പോലെയുള്ള ശരീരപ്രകൃതിയൊക്കെയുള്ള ഒരു സ്കിന്നൊക്കെയുള്ള ഒരു ചെറിയൊരു പ്രാണിയാണ് ബീർബാഹുട്ടി എന്ന് പറഞ്ഞാൽ. അത് വളരെ ഇഷ്ടമാണ് കുട്ടികൾക്ക്. അപ്പോൾ അതിനെ പിടിക്കാനും അതിനോടുകൂടെ കളിക്കാനൊക്കെ ആയിട്ട് ഈ ബേല സാഹിൽ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് കുറച്ച് നേരത്തെ ഇറങ്ങുമായിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് പോവാം. നമ്മുടെ ചാപ്റ്റർ ബീർബാഹുട്ടി എന്ന ലെസണിൽ ഉള്ള നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്കുള്ളവരൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് റെഡി ആയിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വായിക്കാം. 1981 का साल राजस्थान में जयपुर के नज़दीक सवारी गाड़ियों और माल गाड़ियों से सदा भरा फुलेरा जंक्शन. कस्बे की लगभग सूनी तंग गलियां, गलियों में खामोश गड़े बिजली की खंभे, खंभों के बीच खींची तारों की कतारें. इन गलियों में जहाँ तहाँ दिखाई पड़ती मीठी घंटियाँ बजाते फेरी वाले. एक अंधेरी सी गली में 6-7 गधों की घुरों की टैपों की आवाज़ें. उनके बीच चलता एक बदन उगाड़े कुमार. इसी दृश्य के बीच से गुजरते हुए 2 स्कूली बच्चे, बेला और साहिल. उन दिनों पेन में 5 पैसे में नीली स्याही भरी जाती थी. स्टेशनरी की दुकान वाले ड्रॉपर से पेन में स्याही भरते थे. ഓക്കെ, എന്തൊക്കെയാണ് പറയുന്നത് നോക്കൂ. കുറേ നമുക്കറിയാത്ത കുറേ വേർഡ്സ് ഇതിൽ വന്നിട്ടുണ്ട്. 10th അറിയാത്ത കുറേ വേർഡ്സ് ഇതിൽ വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു. നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത് 9th നമ്മൾ ഈ വേർഡ്സ് ഒന്നും പഠിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. കുറച്ചൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളൂ. നോക്കാം നമുക്ക് അല്ലേ ഏതൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന്. 1981 का साल എന്താണ് 1981? 1981 1981 ഉള്ള വർഷം ആണ് നമ്മുടെ വർഷം. ഏതാണ്? 1981 1981 ആണ് വർഷം. രാജസ്ഥാൻ में जयपुर के नज़दीक सवारी गाड़ियों और माल गाड़ियों से सदा भरा फुलेरा जंक्शन. അപ്പോൾ ഇത് എവിടെയാണ് നടക്കുന്നത്, എന്താണെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ രാജസ്ഥാനിലെ ജയ്പൂരിന് സമീപം, നസ്ദീഖ് എന്ന് പറഞ്ഞാൽ സമീപം, സവാരി ഗാഡിയോം ഓർ മാൽ ഗാഡിയോം സേ, സവാരി ഗാഡി എന്ന് പറഞ്ഞാൽ യാത്രക്കാരെ കൊണ്ടുപോകുന്ന വാഹനങ്ങളും, മാൽ ഗാഡിയം ഗുഡ്സ് അല്ലേ, നമ്മുടെ സാധനങ്ങൾ കൊണ്ടുപോകുന്ന വാഹനങ്ങളൊക്കെ ആയിട്ട് സദാബര ഫുലേര ജംഗ്ഷൻ, ഒരു എപ്പോഴും നല്ല എന്താ പറയുക തിരക്ക് പിടിച്ച ഫുലേര ജംഗ്ഷൻ. കസ്ബേക്ക് ലഗ്ബഗ് സൂനി തങ്ക് ഗലിയാം. എന്താണ് കസ്ബേക്ക് ലഗ്ബഗ്? അതായത് ഈ ചെറു പട്ടണത്തിൽ, കസ്ബെ എന്ന് പറഞ്ഞാൽ ചെറിയ പട്ടണത്തിൽ, ഈ ചെറിയ പട്ടണത്തിൽ ഏറെക്കുറെ ലഗ്ബഗ് മീൻസ് ഏറെക്കുറെ, സൂനി തങ്ക് ഗലിയാം. സൂനി എന്ന് പറഞ്ഞാൽ വിജനമായത്, സൂനി വിജനമായതും, തങ്ക് ഇടുങ്ങിയ, തഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇടുങ്ങിയതുമായ, ഗലിയാം സ്ട്രീറ്റുകൾ ഉണ്ട്. പിന്നെ ഗലിയോമേ ഖാമോഷ് ഗഡെ ബിജ്ലി കെ ഖംബെ. എന്താണ് ഗലിയോമേ? ഈ സ്ട്രീറ്റുകളിൽ നിശബ്ദരായി നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ എന്നാണ് പറയുന്നത്. ഇലക്ട്രിക് പോസ്റ്റുകളുണ്ട്. ഖംബോം കെ ബീച്ച് ഖീഞ്ചി താരോം കി കത്താരെ. എന്താണ് ഈ ഇലക്ട്രിക് പോസ്റ്റുകളിലൂടെ എന്താണ് വലിച്ചു കെട്ടിയ, ഖീഞ്ചി എന്ന് പറഞ്ഞാൽ വലിച്ചു കെട്ടിയ, താരോം കി കത്താരെ. താരോ കി കത്താരെ എന്ന് പറഞ്ഞാൽ താർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് കമ്പിയാണ് കേട്ടോ. ലൈന് പോകുന്നില്ലേ, ഇലക്ട്രിക് ലൈനിൻ്റെ കമ്പികളുണ്ടല്ലോ, ആ കമ്പിയാണ് താർ എന്ന് ഉദ്ദേശിക്കുന്നത്. കത്താരെ എന്ന് പറഞ്ഞാൽ നിര, അതിൻ്റെ നിര, നിറച്ച് ഇലക്ട്രിക് പോസ്റ്റുകളാണ്, അതിലൊക്കെ വലിച്ചു കെട്ടിയ ഇതേപോലെ ഇലക്ട്രിക് കമ്പികളുടെ നീണ്ട നിര. ഇൻ ഗലിയോ മേ ജഹാൻ തഹാൻ ദിക്കായി പട്ടെ മീട്ടി ഘണ്ടിയോ ബജാത്തെ ഫേരി വാലെ. എന്താണ്
ഈ സ്ട്രീറ്റിലൊക്കെ നല്ല മധുരമുള്ള മണികൾ മുഴക്കിക്കൊണ്ട് ആരാണ് പോകുന്നത്? ഫേരി വാലെ. അവർ മുഴക്കിക്കൊണ്ട് പോകുന്ന ഫേരി വാലെ എന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ് ഫേരി വാല എന്ന് പറയുന്നത്. അപ്പോൾ നല്ല സ്വീറ്റ്സ് മിഠായികളൊക്കെ നടന്നുകൊണ്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. ഏക് അന്ധേരി സി ഗലി മേ ചഹ് സാത്ത് ഗദോം കി ഘുരോം കി ടാപ്പോം കി ആവാസേം. എന്താണ്? ചഹ്സാത്ത് ഗദോം കി, അതായത് ഒരു അന്ധേരി ഗലീമ എന്ന് പറഞ്ഞാൽ ഒരു ഇരുട്ട് മൂടിയ പ്രദേശത്ത്, അതായത് എന്താ പറയുക, ഇരുട്ട് മൂടിയ സ്ട്രീറ്റിൽ ചഹ്സാത്ത് ഗദോം കി ഘുരോം കി ടാപ്പോം കി ആവാസേം, അത് പറഞ്ഞാൽ 6-7 കഴുതകളുടെ കുളമ്പടി ശബ്ദങ്ങൾ. ഘുര എന്ന് പറഞ്ഞാൽ കുളമ്പാണ്, ടാപ്പ് എന്ന് പറഞ്ഞാൽ കുളമ്പടി ശബ്ദമാണ്. അതിൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കാമായിരുന്നു. ഉൻകെ പീച്ചെ ചൽത്താ ഏക്ക് ബദൻ ഉഗാഡെ കുമാർ. അതിൻ്റെ പുറകിലായിട്ട് നടന്നു പോകുന്ന ഒരു ബദൻ ഉഗാഡെ കുമാർ എന്ന് പറഞ്ഞാൽ, ബദൻ എന്ന് പറഞ്ഞാൽ ശരീരം ഉഗാഡെ മറയ്ക്കാത്ത, തൻ്റെ ശരീരം അതായത് ഷർട്ട് ഇടാത്ത ഒരു കുമാർ എന്ന് പറഞ്ഞാൽ പോട്ടൊക്കെ ഈ മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്ന ആളിനെയാണ് കുമാർ എന്ന് പറയുന്നത്, കുശവൻ എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ ഒരു ഷർട്ട് ഇടാത്ത ഒരാൾ അതിൻ്റെ പുറകിലായിട്ട് നടന്നു പോകുന്നുണ്ടായിരുന്നു. ഇസി ദൃശ്യക്കെ ബീച്ച് സേ ഗുസർത്തേ ഹുയേ ദോ സ്കൂളി ബച്ചേ. ഈ ദൃശ്യങ്ങളുടെയൊക്കെ ഈ കാഴ്ചകളുടെയൊക്കെ ഇടയിലൂടെ നടന്നു പോകുന്ന 2 സ്കൂൾ കുട്ടികൾ ആരാണ്? നമ്മുടെ കഥാപാത്രങ്ങളാണല്ലേ അവർ. ബേല ഔർ സാഹിൽ നമ്മുടെ കഥാപാത്രങ്ങൾ, ക്യാരക്ടേഴ്സായ ബേലയും സാഹിലുമാണത്. ഉൻ ദിനോം പെൻ മേ 5 പൈസേ മേ നീലി സ്യാഹി ഭരി ജാതി തീ. ആ സമയത്ത്, ആ ദിവസങ്ങളിൽ, ആ കാലഘട്ടത്തിൽ എന്താ പറയുക, പെന്നിൽ 5 പൈസേ മേ 5 പൈസയ്ക്ക് നീലി സ്യാഹി ഭരി ജാതി തീ, നീലമഷി നിറച്ചു കൊടുക്കും. നീലി സ്യാഹി എന്ന് പറഞ്ഞാൽ നീലമഷി നിറച്ചു കൊടുക്കുമായിരുന്നു. സ്റ്റേഷനറി കി ദുക്കാൻ വാലെ ഡ്രോപ്പർ സേ പെൻ മേ സ്യാഹി ഭർത്തേ തേ. സ്റ്റേഷനറി കടക്കാരൻ എങ്ങനെയാണ് പെന്നിൽ മഷി നിറച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്? ഡ്രോപ്പറും കൊണ്ട് ഇങ്ങനെ ഇങ്ക് പെന്നിലേക്ക് നിറച്ച് കൊടുക്കുമായിരുന്നു. അപ്പോൾ 5 പൈസ കൊടുത്താൽ പെന്നിൽ മഷി നിറച്ച് കിട്ടുമായിരുന്നു. ഇന്നത്തെ പോലെ നമ്മൾ മഷി കഴിഞ്ഞാൽ വേറെ പെന്ന് വാങ്ങിക്കുക ഒന്നും അല്ല അല്ലേ, മഷി നിറച്ച് കൊടുക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പാരഗ്രാഫിലൂടെ നമുക്ക് മനസ്സിലായത് എന്താണ്? നമ്മുടെ കഥ നടക്കുന്നത് എവിടെയാണ്? ആ സ്ട്രീറ്റിനെ പറ്റി നമുക്ക് ചെറിയൊരു ദൃശ്യാവിഷ്കാരമാണ് ഇവിടെ തന്നത്. നമുക്കത് സങ്കല്പിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ആ ദൃശ്യത്തെക്കുറിച്ച് നമുക്കിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിടികിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് പോവാം. पेन में कुछ स्याही बची थी, उसे साहिल ने ज़मीन पर छिड़क दिया. नई स्याही भरवाने के लिए दोनों दुकान पर पहुँचे. एक पेन स्याही भर दो, एक पेन स्याही भर दो. साहिल से पहले ही बेला ने दुकान वाले से कहा, बेटा स्याही की बोतल अभी खाली हो गई है, अब तो कल ही मिल पाएगी. लेकिन इसने तो पेन में जो स्याही थी उसे भी ज़मीन पर छिड़क दिया. बेला बोली. എന്താണ്? പെൻ മേ കുച്ച് സ്യാഹി ബച്ചി തി, അതായത് പെന്നിൽ കുറച്ച് മഷി ബാക്കി ഉണ്ടായിരുന്നു. ഉസേ സാഹിലിനെ ജമീൻ പർ ചിടക് ദിയ. സാഹിൽ എന്ത് ചെയ്തു? അതിനെ ജമീൻ പർ, നിലത്ത് മണ്ണിൽ കുടഞ്ഞു കളഞ്ഞു. അതായത് ചിടക് ദിയ പറഞ്ഞാൽ തെളിച്ച് കളയുക, ഇങ്ങനെ കുടഞ്ഞു കളയില്ലേ, അതിനെയാണ് തെളിച്ച് കളഞ്ഞു. നെഹി സ്യാഹി ബർവാനേക്കെ ലിയേ ദോനും ദൂക്കാൻ പർ പहुंचे. അപ്പോൾ പുതിയതായിട്ട് മഷി നിറയ്ക്കാൻ വേണ്ടിയിട്ട് 2 പേരും കൂടെ എവിടേക്ക് പോയി? ദൂക്കാൻ പർ പहुंचे, കടയിലെത്തി. ഏക് പെൻ സ്യാഹി ബർദോ, ഒരു പെന്നിൽ മഷി നിറച്ചു തരൂ. സാഹിൽ സെ പെഹലെ ഹി ബേലാനെ ദൂക്കാൻ വാലെ സെ കഹ. സാഹിൽ പറയുന്നതിന് മുമ്പ് ബേല തന്നെ ചാടിക്കയറി പറഞ്ഞു, ഒരു പെന്നിൽ മഷി നിറച്ചു തരൂ എന്ന് പറഞ്ഞു. ബേട്ട സ്യാഹി കി ബോത്തിൽ അഭി ഖാലി ഹോ ഗയി ഹേ. അയ്യോ മോനെ, എന്താണ് കുഞ്ഞേ എന്ന് പറയണം കേട്ടോ. ഇപ്പോഴാണ് പെന്നിലെ മഷിക്കുപ്പി തീർന്നു പോയത്. സ്യാഹിക്ക് ബോത്തൽ എന്നാണ് പറയുന്നത്. സ്യാഹിക്ക് ബോത്തൽ എന്ന് പറഞ്ഞാൽ മഷിക്കുപ്പി അല്ലേ, മഷിയുള്ള ഇട്ട് വെച്ച ബോട്ടിൽ ഇപ്പോഴാണ് കാലിയായത്. ഖാലി ഹോ ഗയി ഹേ, അബ് തോ കൽ ഹി മിൽപായേഗി. എന്താണ്? ഇനിയിപ്പോൾ നമുക്ക് ഇന്ന് കിട്ടില്ല, നമുക്ക് നാളെ കിട്ടത്തുള്ളൂ. ലേക്കിൻ ഇസ്നെ തോ പെൻ മേ ജോ സ്യാഹി തി ഉസേ ബി ജമീൻ പർ ചിടക് ദിയ. ബേല ബോലി. പക്ഷേ ഇവനാണെങ്കിൽ ഇവിടെയുള്ള അല്ലേ, പിന്നെ പെന്നിലുണ്ടായിരുന്ന കുറച്ച് മഷി ഉണ്ടായിരുന്ന അതിനെയും കൂടെ
അവൻ ഒഴിച്ചു കളയുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ട് ബേല പറയുകയാണ് അയാളോട്. അപ്പോൾ നെക്സ്റ്റ് പാരഗ്രാഫ്. അപ്പോൾ പെന്നിൽ മഷി നിറയ്ക്കാൻ കഴിഞ്ഞില്ല അല്ലേ അവർക്ക്. ഇനിയിപ്പോൾ എന്തായി നോക്കാം. बादल को देखकर गधे को नहीं डुलाना चाहिए, दुकान वाले भैया ने कहा और पूछा कौन सी में पढ़ते हो. അപ്പോൾ എന്താണ് നോക്ക്. ബാദൽ കോ ദേഖ്കർ ഗഡേ കോ നെഹി ദുലാന ചാഹിയെ, മഴ വരുന്നത് കണ്ടിട്ട്, ബാദൽ കോ ദേഖ്കർ മഴക്കാർ കണ്ടിട്ട്, ഗഡേ കോ നെഹി ദുല കുടം ഒരിക്കലും ചരിച്ചു കളയരുത്. അപ്പോൾ ഒരു പഴഞ്ചൊല്ല് പോലെ പറയണം അദ്ദേഹം. മഴ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കുടത്തിലുണ്ടായിരുന്ന വെള്ളം ചരിച്ച് കളയേണ്ട കാര്യമില്ല. കാരണം മഴ പെയ്തില്ലെങ്കിലോ മഴ വരുന്നത് കണ്ടിട്ടാണ് നമ്മളത് ചെയ്യുക. അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പഴഞ്ചൊല്ല് പറയാണ്. ദൂക്കാൻ വാലെ ഭയ്യാനെ കഹ, ദൂക്കാൻ വാല പറഞ്ഞു. അവർ പൂച്ച എന്നിട്ട് ചോദിച്ചു, കോൺസീമേ പഠിത്തേ ഹോ, നിങ്ങൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? പാഞ്ച്വി മേ. സാഹിലിനെ ഏസെ ബുരേ മനസെ ബത്തായ ജैसे पांचवी में पढ़ना पाप हो. दोनों, दुकान वाले भैया ने कहा. हाँ दोनों, और हम दोनों का सेक्शन भी एक ही है. बेला ने ऐसे खुश होकर बताया जैसे यह कोई बहुत बड़ी बात हो. എന്താണ് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചു അല്ലേ. എന്നിട്ട് എന്താ പറഞ്ഞ പാഞ്ച്വീമേ, ഞങ്ങൾ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. സാഹിലിനെ ഏസെ ബുരേ മനസെ ബത്തായ ജേസെ പാഞ്ച്വീമേ പഠന പാപോ. സാഹിൽ ഒരു അത്ര എന്താ പറയുക എത്രാം ക്ലാസ്സിലാണ് പഠിക്കണമെന്ന് ചോദിച്ചപ്പോൾ 5ാം ക്ലാസ്സിൽ. അത്ര വലിയ എന്താ പറയുക സന്തോഷമൊന്നും ഇല്ലാത്ത രീതിയിലാണ് പറഞ്ഞത്. എങ്ങനെ തോന്നി അപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് പാപമാണെന്ന് തോന്നുന്നത് പോലെയാണ് അവന് അതിനുള്ള മറുപടി പറഞ്ഞതെന്ന് പറയണം. ധോനും, അപ്പം ദുക്കാൻദാർ ചോദിക്കുകയാണ് വീണ്ടും, ധോനും രണ്ടുപേരും 5ാം ക്ലാസ്സിലാണോ പഠിക്കുന്നത് എന്ന് ദുക്കാൻ ഭയ്യാനെ ചോദിച്ചു. ഹാ ധോനും രണ്ടുപേരും, और हम दोनों का സെക്ഷൻ ബി ഏക് ഹി ഹേ, ഞങ്ങളുടെ രണ്ടുപേരുടെയും സെക്ഷനും ഒന്നാണ്. ഞങ്ങൾ രണ്ടുപേരും 5ലാണ് പഠിക്കുന്നത്. ഞങ്ങളുടെ രണ്ടുപേരുടെയും സെക്ഷനും ഒന്നാണ്, അതായത് ഡിവിഷനും ഒന്നാണ്. ഏതാണ് ഡിവിഷൻ? എ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ അവിടെ. ബേലാനെ ഏസെ ഖുഷ് ഹോക്കർ ബത്തായ ജേസെ യഹ് കോയി ബഹുത് ബഡി ബാത് ഹോ. ബേലയ്ക്ക് അത് സന്തോഷത്തോടു കൂടിയാണ് ബേല അത് പറഞ്ഞത്. ഇത് വലിയൊരു കാര്യം പോലെയാണ് ബേല അവിടെ പറഞ്ഞത്. അപ്പോൾ അവർ രണ്ടുപേരും 5ാം ക്ലാസ്സിലാണ്, അവർ രണ്ടുപേരും സെക്ഷൻ എയിലാണ് പഠിക്കുന്നത്, ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നൊക്കെ അറിഞ്ഞു അല്ലേ. അപ്പോൾ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞ് സാഹിൽ കുറച്ച് എന്താ പറയുക പുച്ഛത്തോടു കൂടിയാണ് പറഞ്ഞതെങ്കിലും സെക്ഷൻ എയിലാണെന്ന് ബേല പറഞ്ഞത് വളരെ സന്തോഷത്തോടു കൂടിയാണ്, വലിയൊരു കാര്യം പോലെയാണ് ബേല പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. ക്ലാസ് മേ ദോനോ പാസ് പാസ് बैठते थे, कॉपी में काम करते तो दोनों कॉपी में काम करते थे, किताब पढ़ते तो दोनों किताब पढ़ते, बल्कि पाठ भी एक ही पढ़ते. साहिल चमक हुडी सन 57 में वह तलवार पुरानी थी पढ़ता तो बेला भी चमक हुडी सन 57 में वह तलवार पुरानी थी पढ़ती थी. बेला कहती बहन जी पानी पीने चली जाओ, साहिल भी कहता बहन जी पानी पीने चली जाओ. അപ്പോൾ എന്താണ് പറയുന്നത് ഈ പാരഗ്രാഫിൽ നോക്കൂ. ക്ലാസ് മേ ദോനോ പാസ് പാസ് बैठते थे, ക്ലാസ് മേ ദോനോ പാസ് പാസ് बैठते, അതായത് ക്ലാസ്സിൽ രണ്ടുപേരും അടുത്തടുത്താണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. കോപ്പി മേ കാം കർത്തേ തോ ദോനോ കോപ്പി മേ കാം കർത്തേ തെ. ഒരാൾ എഴുതുകയാണെങ്കിൽ മറ്റേ ആളും എഴുതുകയായിരിക്കും. കോപ്പി മേ കാം കർണ പറഞ്ഞാൽ കോപ്പി എഴുതുന്ന സംഭവം എഴുതുന്നതിനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരാൾ എഴുതുകയാണെങ്കിൽ മറ്റേ ആളും എഴുതുകയായിരിക്കും. പിന്നെ അടുത്ത് കിതാബ് പഠിത്തേത്തോ ദോനോം കിതാബ് പഠിത്തേത്ത്, ഒരാൾ വായിക്കുകയാണെങ്കിൽ അടുത്ത ആളും വായിക്കുകയായിരിക്കും. ബൽക്കി പാഠ് ബി ഏക് ഹി പഠിത്തേ, അതായത് വായിക്കുന്നത് അവൻ എന്താണോ വായിക്കുന്നത് അത് തന്നെയായിരിക്കും സാഹിൽ എന്താണോ വായിക്കുന്നത് അത് തന്നെയായിരിക്കും ബേലയും വായിക്കുന്നുണ്ടാവുക. പിന്നെ സാഹിൽ ചമക്കുടി സൻ 57 മേ വഹ് തൽവാർ പുരാനി തീ, തിളങ്ങുന്ന 57 തിളങ്ങുന്ന ആ വാൾ പഴയതായിരുന്നു എന്നാണ് സാഹിൽ വായിക്കുന്നതെങ്കിൽ അത് തന്നെയായിരിക്കും ആര് ബേലയും വായിക്കുന്നുണ്ടാവുക. അപ്പോൾ രണ്ടുപേരും ഒന്നാണ് വായിച്ചിട്ടുണ്ടായിരുന്നാണെന്ന് ഇവിടെ പറയുന്നത്. വാഹ് തൽവാർ പുരാനി തീ പഠിത്തി തീ. അപ്പോൾ ഒരാൾ എന്താണോ വായിക്കുന്നത് അതേ ലൈൻ അതേ പാഠം തന്നെയായിരിക്കും വായിക്കുക, അതേ പാഠത്തിൽ അതേ ലൈൻ തന്നെയായിരിക്കും വായിക്കുക. അപ്പോൾ രണ്ടുപേരും എല്ലാം ഒരേപോലെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നതെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ബേല കഹത്തി ബഹൻ ജി പാനി പീനെ ചലി ജാവും,
ബേൽ ചോദിക്കുകയാണ്, ചേച്ചി ഞാൻ വെള്ളം കുടിക്കാൻ പൊക്കോട്ടെ. അപ്പോൾ ടീച്ചറോടായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവും കേട്ടോ. ബഹൻജി ഞാൻ വെള്ളം കുടിക്കാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചാൽ സാഹിലും ഉടനെ തന്നെ ഞാൻ വെള്ളം കുടിക്കാൻ പോയിക്കോട്ടെ എന്ന് ചോദിക്കും. അങ്ങനെയാണ് അവരങ്ങനെയാണ് വളർന്നു വന്നിട്ടുണ്ടായിരുന്നത്. രണ്ടുപേരും ഒരേപോലെയാണ് ചെയ്തിട്ടുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം കേട്ടോ. गणित के माट साहब सुरेंद्र जी का पीरियड घेल घंटी के बाद आता था. बच्चे उनसे कांपते थे और घेल घंटी बंद होने से 2 मिनट पहले ही अपनी अपनी जगहों पर आकर बैठ जाते. नेक्स्ट पेज ले. सुरेंद्र जी माट साहब इसी पीरियड में कॉपी जांचते थे. ज़रा सी गलती पर बच्चों को इधर उधर फेंक देते थे या चप्पट मारने लगते थे. उनका हाथ चलना शुरू होता तो रुकना भूल जाता था. അപ്പോൾ എന്താണ് പറയുന്നത് നോക്കൂ. ഗണിത് കെ മാട്ട് സാബ് എന്ന് പറഞ്ഞാൽ മാസ്റ്റർ, മാഷിനെയാണ് പറയുന്നത് കേട്ടോ. ടീച്ചർ ഗണിത് കെ മാട്ട് സാബ്, മാസ്റ്റർ ജീനെയാണ് മാട്ട് സാബ് എന്ന് പറയുന്നത്. മാട്ട് സാബ് സുരേന്ദർ ജിയാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ പീരീഡ് ഖേൽ ഘണ്ടി കെ ബാദ് ആത്താത്ത. എന്താണ് ഖേൽ ഘണ്ടി കെ പീരീഡ് എന്ന് പറഞ്ഞാൽ ഡ്രിൽ പീരീഡിന് ശേഷമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ബച്ചെ ഉൻസെ കാംതേത്തെ, അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ പേടിച്ച് വിറയ്ക്കുമായിരുന്നു. കാമ്പിന പേടിച്ച് വിറയ്ക്കുമായിരുന്നു. ഔർ ഖേൽ ഘണ്ടി ബന്ദ് ഹോനേസെ, അതായത് ഡ്രിൽ പീരീഡ് കഴിയുന്നതിൻ്റെ 2 മിനിറ്റ് മുമ്പ് തന്നെ അപ്നി ജഗോം പർ ആക്കർ ബൈഠ് ജാതേ തേ, കുട്ടികൾ അവരവരുടെ സീറ്റിൽ വന്ന് ഇരിക്കുമായിരുന്നു പേടിച്ചിട്ട് അല്ലേ. സാറ് വരുമ്പോഴത്തേക്കും ഡ്രിൽ പീരീഡ് കഴിയുന്നതിന് 2 മിനിറ്റ് മുമ്പ് തന്നെ അവരവരുടെ സീറ്റിൽ വന്ന് ഇരിക്കുമായിരുന്നു. സുരേന്ദർ ജി മാട്ട് സാബ് ഇസി പീരീഡ് മേ കോപ്പി ചാൻസ് തേ. എന്താണ് സുരേന്ദർ ജി മാസ്റ്റർ ആണെങ്കിൽ ക്ലാസ്സിൽ വന്ന ഉടനെ തന്നെ ബുക്കുകളൊക്കെ പരിശോധിക്കാൻ തുടങ്ങും. മാത്സ് ബുക്കൊക്കെ എടുത്ത് നോട്ട്ബുക്കൊക്കെ എടുത്ത് പരിശോധിക്കാൻ തുടങ്ങും. ഹോംവർക്കൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തോ നോക്കുമായിരിക്കും അല്ലേ, നോക്കാൻ തുടങ്ങും. സെറാസി ഗൽത്തി പർ, ഒരു ചെറിയ തെറ്റുണ്ടെങ്കിൽ ബച്ചോങ്കോ ഇധർ ഉധർ ഫേങ്ക് ദേത്തേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തള്ളി മാറ്റും അല്ലേ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കുട്ടികളെയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി മാറ്റുമായിരുന്നു. പിന്നെന്താ പറഞ്ഞത്, ചപ്പട്ട് മാർനെ ലഗ്തേ, അല്ലെങ്കിൽ നല്ല അടി വെച്ച് കൊടുക്കുമായിരുന്നു, നല്ല തല്ല് തരുമായിരുന്നു അല്ലേ. ഉൻകാ ഹാത്ത് ചലന ഷുറു ഹോത്താ തോ രുക്ന ഭൂൽ ജാത്താ താ, അദ്ദേഹത്തിൻ്റെ കൈ പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ അദ്ദേഹം മറന്നു പോകുമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും വരെ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് കുറച്ച് കൂടുതൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് കുറച്ചുകൂടി പോർഷൻസ് ബാക്കിയുണ്ട്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇതുവരെ എടുത്തത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആവുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന മീനിങ്സും കാര്യങ്ങളും എൻ്റെ ഈ വേ ഓഫ് ടീച്ചിങ്ങും ഒക്കെ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ എനിക്ക് കമൻസിലൂടെ അത് അറിയിക്കണം. അപ്പോൾ ഇത്ര നേരം എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നന്നായി വായിച്ച് നോക്കണം. വായിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ മീനിങ്സ് അടയാളപ്പെടുത്തി വെക്കാൻ മറക്കരുത്. എങ്കിലേ നമുക്ക് വായിക്കുമ്പോൾ അത് ക്ലിയറായിട്ട് വായിക്കുമ്പോൾ മീനിങ്സിലൂടെ വായിച്ച് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതിൻ്റെ അർത്ഥം അറിഞ്ഞ് വായിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായി വായിച്ച് ശ്രദ്ധിച്ച് വായിച്ച് പഠിക്കുക. ഓക്കെ, താങ്ക് യു.